പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കൃത്യമായ ഇടത്ത്, കൃത്യമായ ശക്തിയിൽ, കൃത്യമായ രീതിയിൽ, കൃത്യമായ സമയത്ത് പ്രഹരം കൊടുക്കാൻ ശക്തിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ നിയമനങ്ങളാകട്ടെ, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തെ സമീപിക്കുന്ന ശൈലിയാവട്ടെ, ഇതെല്ലാം വ്യക്തമാക്കുന്നതാണ്. അങ്ങനെ ഒരു പുതിയ നീക്കം, ഒരു കൃത്യമായ നയതന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നു. മോദി ഒരു തുറുപ്പ് ചീട്ട് ഒരു സങ്കീർണമായ പ്രശ്നത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. ആ വാർത്ത എന്തെന്നല്ലേ, അത് പറഞ്ഞുതരാം. ദിനേശ് ത്രിവേദി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനെ, 75 വയസ്സുള്ള പരിചയസമ്പന്നനായ അനുഭവ സമ്പത്തുള്ള ഒരു മികച്ച പാർലമെന്റേറിയനെ ബംഗ്ലാദേശിൻ്റെ ഡിപ്ലോമാറ്റായിട്ട്, അതായത് അവിടുത്തെ ഹൈ കമ്മീഷണറായിട്ട് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് തോന്നും, സാധാരണഗതിയിൽ ആരാണ് ഡിപ്ലോമാറ്റായിട്ട് പോകാറുള്ളത്, അതായത് ഹൈ കമ്മീഷണറായിട്ടോ അംബാസഡറായിട്ടോ ഒക്കെ പോകാറുള്ളത് ഇന്ത്യയുടെ IFS, അതായത് ഇന്ത്യൻ ഫോറിൻ സർവീസ്, UPSC പരീക്ഷയൊക്കെ എഴുതി സിവിൽ സർവീസിൽ ഉയർന്ന റാങ്ക് നേടി വന്ന് IFS കിട്ടി അവിടെ നിന്ന് ഓരോരോ നയതന്ത്ര പ്രവൃത്തികളെല്ലാം ചെയ്ത് അതിൽ അനുഭവ സമ്പത്തുള്ള ആൾക്കാരാണ് സാധാരണഗതിയിൽ ഈ പറയുന്ന നമ്മുടെ വിദേശ കാര്യങ്ങളുടെ മന്ത്രാലയത്തിനെ അടക്കം സഹായിക്കുന്നതിനും രാജ്യ താല്പര്യം സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ട് ഹൈ കമ്മീഷണർമാരായിട്ടും അംബാസഡർമാരായിട്ടും ഒക്കെ പോകാറുള്ളത്. നമ്മുടെ കോമൺവെൽത്ത് നേഷൻസ്, അതായത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന പഴയ കോളനി രാജ്യങ്ങൾ സ്വതന്ത്രമായപ്പോൾ അവർ സ്വതന്ത്ര പരമാധികാരത്തോടുകൂടി നിൽക്കുമ്പോഴും ബ്രിട്ടനുമായിട്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന കോളനി രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സഹകരണത്തിന് വേണ്ടിയിട്ട് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു സംഘടന ഇല്ലെങ്കിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. ആ കൂട്ടായ്മയുള്ള എല്ലാ നയതന്ത്രജ്ഞരെയും വിളിക്കുന്ന പേരാണ് ഹൈ കമ്മീഷണർ എന്നുള്ളത്. അവിടെ അംബാസഡർമാരല്ല. പക്ഷേ അമേരിക്ക ഇത്തരത്തിലൊരു കോളനി രാജ്യമായിരുന്നുവെങ്കിലും പക്ഷേ അവർ ആ കോമൺവെൽത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ്. ഇന്ത്യ കോമൺവെൽത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്തരത്തിലുള്ള കോമൺവെൽത്ത് രാജ്യങ്ങളിലേക്ക് അയക്കുന്ന എല്ലാ പ്രതിനിധികളെയും ഹൈ കമ്മീഷണർമാരെന്നും അല്ലാത്ത രാജ്യങ്ങളിലേക്ക് അയക്കുന്നവർ അംബാസഡർമാരെന്നുമാണ് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കറിയാവുന്നതാണ്. വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും അങ്ങനെ ബംഗ്ലാദേശിൻ്റെ ഹൈ കമ്മീഷണറായിട്ട് ദിനേശ് ത്രിവേദി എന്ന ഒരു രാഷ്ട്രീയക്കാരനെ നിയമിച്ചിരിക്കുന്നു. 75 വയസ്സാണ്, വളരെ അനുഭവ സമ്പത്തുള്ള ആളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്തരത്തിൽ ദിനേശ് ത്രിവേദിയെ അവിടേക്ക് അയക്കുന്നത് എന്ന ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ദിനേശ് ത്രിവേദി ആരാണെന്നറിയണം. അതറിയുമ്പോൾ നമുക്ക് ഈ കാര്യത്തിനകത്ത് കുറച്ചുകൂടി വ്യക്തത വരും. ദിനേശ് ത്രിവേദി എന്ന് പറയുന്നത് നമ്മളുടെ മുൻ റെയിൽവേ മന്ത്രിയായിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ എടുത്ത തീരുമാനങ്ങളെല്ലാം തന്നെ വളരെയധികം ഗംഭീരമായിരുന്നു. അദ്ദേഹമാണ് റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിന് വലിയ തോതിലുള്ള പിന്തുണ നൽകിയത്. ആ പിന്തുണ നൽകുകയും അതിനെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഒരു പുതിയ തലത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ദിനേശ് ത്രിവേദിയുടെ ഒന്നാമത്തെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റെയിൽവേയിൽ നമ്മൾ ഇന്ന് കാണുന്ന സുരക്ഷയില്ലേ, അവിടെ റെയിൽവേക്കകത്ത് സ്റ്റിക്കറൊക്കെ വെച്ചിരിക്കും. ഒരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ പോലീസുകാരെത്തും. അത്തരത്തിൽ റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ചും റെയിൽവേയുടെ സുരക്ഷ സംബന്ധിച്ചും നിർണായകമായ തീരുമാനങ്ങളെടുത്തത് ദിനേശ് ത്രിവേദിയുടെ കാലത്താണ്. ഫെയർ ഹൈക്ക്, അതായത് വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് നിരക്കിൽ വർധനവ് കൊണ്ടുവന്ന് വലിയ വിവാദമായിരുന്നു. എങ്കിലും ദീർഘകാലത്തുള്ള റെയിൽവേയുടെ പുരോഗതിക്കും അതിൻ്റെ ഡെവലപ്മെൻറ്റിനുമൊക്കെ വലിയ രീതിയിൽ ഈ പറയുന്ന വില വർധനവ്, ടിക്കറ്റ് നിരക്ക് വർധനവൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ധീരമായൊരു നടപടിയായിരുന്നു. അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഭരണം നടത്തുന്ന ഒരു ഭരണതന്ത്രജ്ഞൻ കൂടിയാണ്. അത് മാത്രവുമല്ല, അദ്ദേഹം ആരോഗ്യകാര്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ സഹമന്ത്രിയുമായിരുന്നു. അതുപോലെ MP ആയിരുന്നു, ലോക്സഭ MP ആയിരിക്കുകയാണ് ഈ പദവിയെല്ലാം വഹിച്ചത്. ലോക്സഭ MP ആയിരുന്നു, രാജ്യസഭ MP ആയിരുന്നു. ബാരക്പോറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, പശ്ചിമ ബംഗാളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭ MP ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്നാണ് തുടങ്ങുന്നത്. കോൺഗ്രസ്, ജനതാദൾ, അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ദിനേശ് ത്രിവേദി എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ ധീരമായിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ദീർഘകാലമായി തൃണമൂൽ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പല രാഷ്ട്രീയ അനൈക്യങ്ങളും മമതാ ബാനർജിയുമായിട്ടുണ്ടായിരുന്നു. അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ വലിയ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ നിൽക്കുന്ന അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ബഹുഭൂരിപക്ഷം കാലത്ത്, അവിടെ നിന്നിരുന്ന ആ കാലത്ത് മുഴുവനും അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചിരുന്നു. ഈ പറയുന്ന മമതാ ബാനർജിയെ ഏറ്റവും അധികം പാർട്ടിക്കുള്ളിൽ വിമർശിച്ചിരുന്ന ഒരു വ്യക്തിത്വവും ദിനേശ് ത്രിവേദിയായിരുന്നു. ഒരു റിബൽ എന്ന് പറയുന്ന ഒരു പേര് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയുടെ കണ്ണിലെ കരടായിരുന്നു ദിനേശ് ത്രിവേദി അവസാന കാലഘട്ടത്തിൽ മമതാ ബാനർജിക്ക് ഏറ്റവും വിരുദ്ധമായ സമീപനങ്ങൾ എടുത്തിരുന്നു രാഷ്ട്രീയപരമായി എന്നുള്ളത് കൂടി അവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം അദ്ദേഹം BJPയിലേക്ക് ചേർന്നു. BJPയിലേക്ക് ചേരുമ്പോൾ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു യോഗ്യതയും കൂടെ പറയണം. അദ്ദേഹം പൈലറ്റായിരുന്ന ആളാണ്.
പൈലറ്റായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് അത്തരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളുമൊക്കെ ഉണ്ട്. ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയന്, അതായത് പാർലമെൻറ്റ് മെമ്പർക്കുള്ള അവാർഡ് വരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രവുമല്ല, ബംഗാളിൻ്റെ, പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള, അതായത് നിലവിൽ കഴിഞ്ഞ 35 വർഷത്തിന് മുമ്പ്, അതായത് CPM ഭരിക്കുന്ന കാലഘട്ടത്തിൽ മുതൽ മമതാ ബാനർജിയുടെ കാലഘട്ടം ഇതാ ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത് വരെയും അവിടെ തുടരുന്ന ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമുണ്ടല്ലോ. പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. അവിടെ രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭയമാണ്. കാരണം രാഷ്ട്രീയക്കാർ ഈസ് ഈക്വൽ ടു ഗുണ്ട. അതാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും CPM കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന പ്രതിച്ഛായയുടെ ഫലം. അതിന് തിരുത്തൽ കൊണ്ടുവരാനാണ് BJP ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള BJPക്കൊപ്പം ചേർന്ന ആളാണ് ദിനേശ് ത്രിവേദി എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഒരു വ്യക്തിയാണ് ദിനേശ് ത്രിവേദി. വോറ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച വ്യക്തി കൂടിയാണ്. അങ്ങനെ രാഷ്ട്രീയത്തിലെ ഏതെല്ലാം തരത്തിലുള്ള ക്രിമിനൽ വൽക്കരണമുണ്ടോ അതിനെയെല്ലാം തുറന്നു കാട്ടപ്പെടണമെന്നും രാഷ്ട്രീയക്കാർ ഒരു സാമൂഹിക ഓഡിറ്റിന് വിധേയമാകണമെന്നും ആവശ്യപ്പെടുന്ന, കൃത്യമായിട്ട് നീതി എല്ലാവർക്കും ലഭിക്കണമെന്നാവശ്യപ്പെടുന്ന ദിനേശ് ത്രിവേദിക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. വിദ്യാസമ്പന്നനാണ്, മികച്ച പാർലമെൻറ്റേറിയനാണ്, മികച്ച മന്ത്രിയായിരുന്നു. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളും അനുഭവ സമ്പത്തും വിദ്യാഭ്യാസവും എഴുത്തും വായനയും സാമൂഹിക പ്രതിബദ്ധതയും സത്യസന്ധതയും അക്രമ രാഷ്ട്രീയത്തോടുള്ള വിമുഖതയും വിരുദ്ധതയും ഒക്കെ ഉള്ള ഈ മനുഷ്യൻ ഇന്ന് ബംഗ്ലാദേശിലേക്കുള്ള നമ്മളുടെ ഹൈക്കമ്മീഷണറായിട്ട് നിയമിതനാവുകയാണ്. അപ്പോൾ എന്താണ് ബംഗ്ലാദേശിലേക്ക് അദ്ദേഹത്തെ നിയമിക്കുമ്പോഴത്തേക്കും ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്? സാധാരണ IFSകാരെ, ഡിപ്ലോമാറ്റുകളെയൊക്കെയാണല്ലോ. ഇവിടെ അതല്ല, മറിച്ച് ഒരു രാഷ്ട്രീയക്കാരനെയാണ്. ആ രാഷ്ട്രീയക്കാരനെ നിയമിക്കുമ്പോൾ കൃത്യമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി നമ്മുടെ ഇന്ത്യ സർക്കാരിനുണ്ട്. ബംഗ്ലാദേശിൻ്റെ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം, അതായത് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് ശേഷമുണ്ടായിരുന്ന ദീർഘകാലം ഉണ്ടായ ചില പ്രശ്നങ്ങൾ. ആ ദീർഘകാലം എന്ന് പറയുന്നത് നമുക്ക് സാധാരണഗതിയിൽ ചരിത്രത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ഹ്രസ്വകാലമാണെങ്കിലും അവിടുത്തെ അതിക്രമങ്ങളും അക്രമങ്ങളും കൊള്ളയും കൂട്ടക്കൊലയും വംശഹത്യയും ബലാത്സംഗങ്ങളും എല്ലാം ചേരുമ്പോൾ ഒരു നരകതുല്യമായിട്ടുള്ള ചുരുങ്ങിയ കാലം ഒരു ദീർഘകാലമായി തന്നെ അനുഭവപ്പെട്ടിരിക്കും. അങ്ങനെയാണ്, അത്രയും ഗതികേടിലാണ് ബംഗ്ലാദേശി ജനത, പ്രത്യേകിച്ച് ഹിന്ദു ജനവിഭാഗങ്ങൾ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ പുതിയൊരു സർക്കാർ താരിഖ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്നത്. അപ്പോൾ അങ്ങനെ രൂപം കൊണ്ട സർക്കാർ ഇപ്പോൾ ഇന്ത്യയുമായിട്ട് ഒരു കുറച്ചുകൂടി മെച്ചപ്പെട്ട ബന്ധത്തിലേക്ക് പോകുന്നു. അതായത് മുഹമ്മദ് യൂനിസിൻ്റെ ഉണ്ടായിരുന്ന ഇന്ത്യ വിരുദ്ധ നിലപാടിൽ നിന്ന് വിരുദ്ധമായിട്ട് ഇന്ത്യയുമായി സഹകരിച്ചു പോകാം എന്നുള്ള ഒരു നിലപാട് എടുക്കുന്നുണ്ട്. ഷെയ്ഖ് ഹസീന പ്രോ ഇന്ത്യ നിലപാടാണ് എടുത്തതെങ്കിൽ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ നിലപാട് ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയിൽ നിന്നിപ്പോൾ ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ആ നിലപാടല്ല എങ്കിലും ഇന്ത്യയുമായിട്ട് അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് ഗുണപ്പെടുന്ന രീതിയിൽ സഹകരിച്ചു പോകാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വലിയ തോതിൽ അവർക്ക് ഇന്ധന സഹായം, ഡീസൽ അടക്കമുള്ളവ നൽകിക്കൊണ്ടുള്ള വലിയ സഹായമൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ 50,000 മെട്രിക് ടൺ ധാന്യങ്ങൾ ഈ പറയുന്ന ബംഗ്ലാദേശിന് നൽകിയത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സഹായങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ തുടരുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ വൈദ്യുതിയിൽ ഏറിയ പങ്കും ഇന്ത്യയിൽ നിന്നാണ് ബംഗ്ലാദേശിന് ലഭിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിന് ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അവരുമായിട്ടുള്ള സഹകരണങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതിലൊക്കെ വലിയ തോതിലുള്ള ഇടപെടൽ നടത്താനായിട്ട് ദിനേശ് ത്രിവേദിക്ക് കഴിയുമെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ നിയമിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബംഗ്ലാദേശും പശ്ചിമ ബംഗാളും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ്. പശ്ചിമ ബംഗാളുമായിട്ടാണ് ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ക്രോസ് ബോർഡർ ഇഷ്യൂ, അതായത് അതിർത്തി കടന്നുള്ള പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് ഇന്ത്യയെ ബാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റങ്ങൾ, ഈ പറഞ്ഞു കഴിഞ്ഞാൽ നുഴഞ്ഞുകയറ്റം, തീവ്രവാദ പ്രവർത്തനങ്ങൾ, അതിർത്തിയുടെ ലംഘനങ്ങൾ, തുറന്നു കിടക്കുന്ന അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക എന്നുള്ള ഉത്തരവാദിത്വവും കൂടി നമ്മുടെ ദിനേശ് ത്രിവേദിയുടെ ചുമലിലുണ്ട്. അതുകൊണ്ടാണ് പശ്ചിമ ബംഗാൾ സ്വദേശിയായിട്ടുള്ള ബംഗാൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളും ചേർന്ന് കിടക്കുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടല്ലോ, ആ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു വ്യക്തി അവിടെ നിയമിക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇത് വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ, അതായത് രാഷ്ട്രീയ നിയമനത്തിലേക്ക് നയതന്ത്ര നിയമനത്തെ ബന്ധപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇതിനു മുൻപ് നമ്മളുടെ കരസേനാ മേധാവിയായിരുന്ന ദൽബീർ സിംഗ് സുഹാഗിനെ സീഷെൽസിലേക്ക് നമ്മളുടെ ഹൈക്കമ്മീഷണറായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ എപ്പോഴും നടക്കുന്ന കാര്യമല്ല, വളരെ ചുരുക്കമായിട്ടാണ് സംഭവിക്കാറുള്ളത് എന്നുള്ളതാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റിനെ നെഹ്റുവിൻ്റെ കാലത്ത് അംബാസഡറായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പല രാജ്യങ്ങളിലേക്കും, അല്ലെങ്കിൽ പല ഈ പറയുന്ന രാജ്യങ്ങളിലേക്കും ഈ ഹൈക്കമ്മീഷണർമാരായിട്ട്, ഡിപ്ലോമാറ്റുകളായിട്ട്, നയതന്ത്രജ്ഞന്മാരായിട്ടൊക്കെ അയക്കാറുണ്ട്.
അത് പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുള്ളപ്പോഴാണ് ഇത്തരം രാഷ്ട്രീയ നിയമനങ്ങൾ വരുന്നത്. കാരണം ഈ പറയുന്ന ഡിപ്ലോമാറ്റുകളായിട്ടുള്ള മുതിർന്ന IFS ഉദ്യോഗസ്ഥരേക്കാൾ പാർലമെൻറ്റേറിയനും മന്ത്രിയുമൊക്കെ ആയിരുന്ന ഒരാൾക്ക് ഇന്ത്യൻ താല്പര്യം എന്താണെന്നറിയാം. ഇന്ത്യൻ താല്പര്യം മറ്റേവർക്ക് അറിഞ്ഞുകൂടാന്നല്ല, ഇന്ത്യൻ താല്പര്യങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അവതരിപ്പിക്കാനും ഇന്ത്യയുടെ രീതിക്കനുസരിച്ച് അവിടുത്തെ നയങ്ങളെ സ്വാധീനിക്കാനുമൊക്കെ ഉള്ള ഒരു ശേഷി ദിനേശ് ത്രിവേദിക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദിനേശ് ത്രിവേദിയെ അവിടെ ഇറക്കുന്നതിലൂടെ മോദി ലക്ഷ്യം വയ്ക്കുന്നത് ബംഗ്ലാദേശിൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ, നയതന്ത്ര തീരുമാനങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാക്കുക, അതോടൊപ്പം തന്നെ അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക, അവരെ വംശഹത്യയിൽ നിന്ന് രക്ഷിക്കുക, അവിടെ ഒരു ജനാധിപത്യ മൂല്യം സംരക്ഷിക്കുന്നതിനും ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് അവരുടെ തീരുമാനത്തെ, അവരുടെ സർക്കാരിൻ്റെ നയങ്ങളെ സ്വാധീനിക്കുന്നതിൽ നിന്നൊരു പരിധിവരെയെങ്കിലും ചെറുക്കുക എന്നുള്ളതൊക്കെ ഈ പറയുന്ന ദിനേശ് ത്രിവേദിക്കുള്ള ഉത്തരവാദിത്തങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ഉള്ള പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോസ് ബോർഡർ ടെററിസം ഇല്ലെങ്കിൽ ക്രോസ് ബോർഡർ ഇഷ്യൂസും ഇല്ലീഗൽ മൈഗ്രേഷനും ഒക്കെയാണ്. ഇതിനൊക്കെ അറുതി വരുത്താനുള്ള നീക്കങ്ങളിലാണ് കേന്ദ്ര സർക്കാർ. അതായത് മമതാ ബാനർജി പശ്ചിമ ബംഗാളും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തിയിൽ വലിയ ഫെൻസിങ് വരുന്നതിനെയൊക്കെ എതിർത്തിരുന്നു. പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ച കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ഓർഡർ ഇട്ടു, എത്രയും പെട്ടെന്ന് അവിടെ മമതാ ബാനർജിയോട് വസ്തു ഏറ്റെടുത്ത് കൊടുക്കാൻ സുപ്രീം കോടതി ഉത്തരവിടുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടെ സ്വന്തം നിലയ്ക്ക് ആ ഭൂമി ഏറ്റെടുക്കുമെന്നും അവിടെ കൃത്യമായ ഫെൻസിങ് നടത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഉള്ള ഇടത്തേക്കാണ് ദിനേശ് ത്രിവേദി എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത്, രാഷ്ട്രീയ വീക്ഷണം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വളരെ ഗുണകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അധികം വൈകാതെ അദ്ദേഹം നിയമിതനാകും. ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട് മോദി. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ട്രംപ് കാർഡായിട്ട് ദിനേശ് ത്രിവേദി ഇറക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ പറയുന്ന നമ്മുടെ അജിത് ഡോവലിനെ പോലുള്ള ഗംഭീരമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്രജ്ഞനാണ്, ഈ പറയുന്ന സുരക്ഷാ ഉപദേഷ്ടാവാണ്. അങ്ങനെ ഒരു വേഴ്സാറ്റൈലായിട്ടുള്ള ഒരു ജീനിയസിനെ ഇന്ത്യയുടെ NSA ആയിട്ട്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് മോദി വെച്ചിരിക്കുന്നത് തന്നെ ആ ടാലൻറ്റ് കണ്ടിട്ടാണ്. അതുപോലെ ടാലൻറ്റ് കണ്ടാണ് ദിനേശ് ത്രിവേദിയെ എടുത്തിരിക്കുന്നത്. BJP എപ്പോഴും മറ്റു പാർട്ടികളിൽ നിന്ന് എടുക്കുന്ന ആൾക്കാർ ഏറ്റവും നല്ല ആൾക്കാരെ ആയിരിക്കും, അവരെ ഹാൻഡ് പിക്ക് ചെയ്താണ് പലപ്പോഴും BJP കൊണ്ടുവരാറുള്ളത്. അത്തരത്തിൽ ഒരിക്കലും കോൺഗ്രസ്സിലോ ജനതാദളിലോ തൃണമൂൽ കോൺഗ്രസ്സിലൊന്നും തുടരാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് ദിനേശ് ത്രിവേദി. അവരുടെയൊക്കെ ടാലൻറ്റ്, അവരുടെയൊക്കെ കഴിവ്, അവരുടെയൊക്കെ രാഷ്ട്രത്തോടുള്ള താല്പര്യം, ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എപ്പോഴും BJP ആണ്. അതുകൊണ്ട് തന്നെ ദിനേശ് ത്രിവേദി പശ്ചിമ ബംഗാളിലെത്തുന്നതോടുകൂടി അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇല്ലെങ്കിൽ പശ്ചിമ ബംഗാളിന് ഇന്ത്യയോടുള്ള സമീപനത്തിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. മോദിയുടെ നീക്കം എന്തായാലും തെറ്റായി പോവില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.